2019 ഓഗസ്റ്റ് 10 സമയം രാവിലെ ഏകദേശം 6:30. ന്യൂയോർക്കിലെ മെട്രോപൊളിറ്റൻ കറക്ഷണൽ സെന്റർ, അതായത് അമേരിക്കയിലെ തന്നെ ഏറ്റവും സുരക്ഷയുള്ള ജയിലുകളിൽ ഒന്ന്. അവിടുത്തെ സെൽ നമ്പർ 6-ലാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ആ മനുഷ്യൻ ഉണ്ടായിരുന്നത്, ജെഫ്രി എപ്സ്റ്റീൻ. അന്ന് രാവിലെ ഗാർഡുകൾ നോക്കുമ്പോൾ കണ്ടത് കഴുത്തിൽ ബെഡ്ഷീറ്റ് കുരുക്കി തൂങ്ങി നിൽക്കുന്ന എപ്സ്റ്റീനെയാണ്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇവിടെയാണ് കഥയിലെ ആദ്യത്തെ ട്വിസ്റ്റ്. ആ ജയിലിലെ 2 സെക്യൂരിറ്റി ക്യാമറകൾ ആ സമയത്ത് വർക്ക് ചെയ്തിരുന്നില്ല. എപ്സ്റ്റീനെ നോക്കാൻ ഏൽപ്പിച്ചിരുന്ന 2 ഗാർഡുകൾ ആ സമയം ഉറങ്ങിപ്പോയി. മാത്രമല്ല, എപ്സ്റ്റീന്റെ കൂടെ സെല്ലിൽ ഉണ്ടായിരുന്ന തടവുകാരനെ തൊട്ടു മുൻപത്തെ ദിവസം മാറ്റുകയും ചെയ്തിരുന്നു. ഇതൊരു ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന് ഇന്നും ലോകം ചർച്ച ചെയ്യുകയാണ്. പക്ഷേ അതിനേക്കാൾ വലിയ ചോദ്യം, ഇയാൾ എന്തിനു വേണ്ടി ഇത് ചെയ്തു? ഇയാൾക്ക് പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതാണ്. 2024-ലും 2025-ലും പുറത്തു വന്ന ആയിരക്കണക്കിന് പേജുള്ള രേഖകൾ വെച്ച് ഒരു ക്രൈം ത്രില്ലർ സിനിമയേക്കാൾ ഞെട്ടിക്കുന്ന ജെഫ്രി എപ്സ്റ്റീന്റെ യഥാർത്ഥ കഥയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ന്യൂയോർക്കിലെ ബ്രൂക്ലിനിൽ ഒരു സാധാരണ കുടുംബത്തിലാണ് ജെഫ്രി എപ്സ്റ്റീൻ ജനിച്ചത്. കോളേജ് ഡിഗ്രി പോലും പൂർത്തിയാക്കാത്ത ഇയാൾ ഒരു സ്കൂളിലെ മാത്സ് ടീച്ചർ ആയിട്ടാണ് കരിയർ തുടങ്ങുന്നത്. പക്ഷേ പെട്ടെന്നാണ് ഇയാളുടെ ഗ്രാഫ് മാറുന്നത്. വാൾ സ്ട്രീറ്റിലെത്തി അവിടെ നിന്ന് സ്വന്തമായ ഒരു ഫിനാൻഷ്യൽ കമ്പനി തുടങ്ങിയ ഇയാൾ. പക്ഷേ ഇവിടെ ഒരു മിസ്റ്ററി ഉണ്ട്. ഇയാൾക്ക് ഇത്രയധികം പണം, അതായത് ബില്യൺ കണക്കിന് ഡോളർ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ആർക്കും കൃത്യമായ ഉത്തരമില്ല. എനിക്ക് രഹസ്യമായി പണം മാനേജ് ചെയ്യുന്ന ക്ലയന്റുകൾ ഉണ്ട് എന്നാണ് ഇയാൾ പലപ്പോഴും പറഞ്ഞിരുന്നത്. വിക്ടോറിയ സീക്രട്ട് എന്ന ബ്രാൻഡിന്റെ ഉടമ ലെസ് വെക്സനർ ആയിരുന്നു ഇയാളുടെ പ്രധാന മെന്റർ. വെക്സനറുടെ സ്വത്ത് മാനേജ് ചെയ്താണ് ഇയാൾ പണക്കാരനായതെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അത് മാത്രമല്ല സത്യം. ഇയാൾക്ക് പിന്നിൽ വേറെ എന്തൊക്കെയോ ഇടപാടുകൾ ഉണ്ടായിരുന്നു. എപ്സ്റ്റീൻ ഇത് ഒറ്റയ്ക്കല്ല ചെയ്തത്. അവിടെയാണ് ഗിസ്ലൈൻ മാക്സ്വെൽ എന്ന സ്ത്രീയുടെ റോള് വരുന്നത്. ഒരു സ്ത്രീ തന്നെ മറ്റൊരു സ്ത്രീക്ക് കെണിയൊരുക്കുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? കൃത്യമായി പറഞ്ഞാൽ അതാണ് അവിടെ നടന്നത്. ബ്രിട്ടീഷ് മാധ്യമ രാജാവായിരുന്ന റോബർട്ട് മാക്സ്വെല്ലിന്റെ മകളാണ് ഗിസ്ലൈൻ. ഇവർ എപ്സ്റ്റീന്റെ കാമുകി എന്നതിലുപരി അയാളുടെ ബിസിനസ് പാർട്ട്ണർ ആയിരുന്നു. പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന പെൺകുട്ടികളെ കണ്ടെത്തുക, അവർക്ക് വിദ്യാഭ്യാസമോ മോഡലിങ്ങോ വാഗ്ദാനം ചെയ്യുക, എന്നിട്ട് അവരെ എപ്സ്റ്റീന്റെ മുന്നിലെത്തിക്കുക. ഇതായിരുന്നു രീതി. ഇതിനെ ഒരു പിരമിഡ് സ്കീം പോലെയാണ് ഇവർ നടത്തിയിരുന്നത്. അതായത് കെണിയിൽപ്പെടുന്ന പെൺകുട്ടികളോട് മറ്റു പെൺകുട്ടികളെ കൊണ്ടുവന്നാൽ പണം തരാമെന്ന് പറയും. അങ്ങനെ നൂറുകണക്കിന് കുട്ടികളാണ് ഇവരുടെ വലയിൽ കുടുങ്ങിയത്. ഇനി ഇവർ ഇത് എവിടെയാണ് നടത്തിയതെന്ന് നോക്കാം. ഇവിടെയാണ് ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന ദ്വീപിന്റെ പ്രാധാന്യം. കരീബിയൻ കടലിലെ ഒരു പ്രൈവറ്റ് ഐലൻഡ്. ഇതിനെ നാട്ടുകാർ വിളിച്ചിരുന്നത് തന്നെ പീഡോഫൈൽ ഐലൻഡ് എന്നായിരുന്നു. 2025-ലെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ദ്വീപിൽ എപ്സ്റ്റീൻ ഉണ്ടാക്കി വെച്ചിരുന്നത് വല്ലാത്തൊരു ലോകമായിരുന്നു. അവിടെ ഒരു കെട്ടിടത്തിൽ ദന്തചികിത്സാ കസേര, അതായത് ഡെന്റിസ്റ്റ് ചെയർ ഒക്കെ സെറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ചുവരുകളിൽ പലതരം മുഖമൂടികൾ തൂക്കിയിട്ടിരുന്നു. ഇതൊക്കെയാണ് FBI കണ്ടെത്തിയത് ആ ഒരു സമയത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഹോസ്പിറ്റൽ ഒന്നുമല്ല, പക്ഷേ അവിടെ എന്തിനാണ് ഇങ്ങനെയൊരു സെറ്റപ്പ്? ഇരകളെ പേടിപ്പിക്കാനും വിചിത്രമായ പല കാര്യങ്ങൾക്കും വേണ്ടിയായിരുന്നു ഇതെല്ലാം. ആ ദ്വീപ് മുഴുവൻ ക്യാമറകളായിരുന്നു. അവിടെ എത്തുന്ന ഓരോ പ്രമുഖന്റെയും ഓരോ നീക്കങ്ങളും എപ്സ്റ്റീൻ റെക്കോർഡ് ചെയ്തിരുന്നു. ഇവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം വരുന്നത്. എപ്സ്റ്റീന്റെ ഈ ഇടപാടുകൾക്ക് ലോക നേതാക്കൾക്കുമായി എന്താണ് ബന്ധം? 2024-ലും 2025-ലും പുറത്തു വന്ന ഫ്ലൈറ്റ് ലോഗുകളും രേഖകളും പ്രകാരം മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരായ ബിൽ ക്ലിന്റൺ, ഡൊണാൾഡ് ട്രംപ് എന്നിവരൊക്കെ എപ്സ്റ്റീന്റെ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. എപ്സ്റ്റീന്റെ വിമാനത്തെ ലോളിറ്റ എക്സ്പ്രസ് എന്നാണ് വിളിച്ചിരുന്നത്. 2025-ലെ വെളിപ്പെടുത്തലിൽ ട്രംപ് 1993 മുതൽ 96 വരെയുള്ള കാലഘട്ടത്തിൽ പലതവണ ഈ വിമാനത്തിൽ കയറിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ചില യാത്രകളിൽ ട്രംപിന്റെ മക്കളും കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ ബിൽ ക്ലിന്റൺ എപ്സ്റ്റീന്റെ ദ്വീപിൽ പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ തർക്കമുണ്ടെങ്കിലും എപ്സ്റ്റീൻ വൈറ്റ് ഹൗസിൽ പലതവണ പോയിട്ടുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ ഇവർക്കെതിരെ നേരിട്ടുള്ള ക്രിമിനൽ കേസുകൾ ഇതുവരെ വന്നിട്ടില്ല എന്നതും ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായത് ബ്രിട്ടീഷ് രാജകുമാരൻ പ്രിൻസ് ആൻഡ്രൂ ആണ്. എപ്സ്റ്റീന്റെ ഇരയായ വിർജീനിയ ജുഫ്രി എന്ന സ്ത്രീ തനിക്ക് 17 വയസ്സുള്ളപ്പോൾ പ്രിൻസ് ആൻഡ്രൂ തന്നെ പീഡിപ്പിച്ചു എന്ന് കേസ് കൊടുത്തിരുന്നു. 2025-ലെ രേഖകൾ ദ ഇൻവിസിബിൾ മാൻ അഥവാ അദൃശ്യനായ മനുഷ്യൻ എന്നൊരു കോഡ് നെയിം ഉപയോഗിച്ചാണ് ഇമെയിലുകൾ അദ്ദേഹത്തെ പറ്റി സംസാരിച്ചിരുന്നത്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ കോഡുകൾ കൊടുത്താണ് ആൻഡ്രൂ ആ കേസ് ഒത്തുതീർപ്പാക്കിയത്. രാജകുടുംബത്തിലെ പദവികൾ വരെ അദ്ദേഹത്തിന് നഷ്ടമായി. ഇത്രയും വലിയ ആളുകൾ എപ്സ്റ്റീന്റെ അടുത്ത് വരണമെങ്കിൽ എപ്സ്റ്റീന്റെ കയ്യിൽ ഇവരെ നിയന്ത്രിക്കാൻ മാത്രം പവറുള്ള എന്തോ ഒന്നും ഉണ്ടായിരുന്നു എന്ന് ഉറപ്പാണ്. അവിടെയാണ് ഇസ്രായേൽ കണക്ഷൻ ചർച്ചയാകുന്നത്. ജെഫ്രി എപ്സ്റ്റീൻ വെറും ഒരു പിമ്പായിരുന്നില്ല.
മറിച്ച് ഒരു ഇന്റലിജൻസ് ഏജന്റ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. ഗിസ്ലൈൻ മാക്സ്വെല്ലിന്റെ പിതാവ് റോബർട്ട് മാക്സ്വെൽ ഇസ്രായേലി ചാരസംഘടനയായ മൊസാദിന്റെ ഏജന്റ് ആയിരുന്നു. ഇത് പല പുസ്തകങ്ങളിലും പറയുന്നുണ്ട്. എപ്സ്റ്റീനും ഇതേ പാത പിന്തുടർന്നു എന്നാണ് തിയറി പറയുന്നത്. ലോക നേതാക്കളെയും ശാസ്ത്രജ്ഞരെയും തൻ്റെ ദ്വീപിൽ കൊണ്ടുവരിക, അവർക്ക് പെൺകുട്ടികളെയും നൽകുക, ഇതിൻ്റെയെല്ലാം രഹസ്യമായി വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്യുക, പിന്നീട് ഈ വീഡിയോകൾ കാണിച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കാര്യങ്ങൾ സാധിക്കും. ഇതിനെയാണ് നമ്മൾ സാധാരണ പറയാറുള്ള ഹണി ട്രാപ്പ് എന്ന് വിളിക്കുന്നത്. ഇന്റലിജൻസ് ഭാഷയിൽ പറയുകയാണെങ്കിൽ കൊംപ്രൊമാറ്റ് എന്ന് ഇതിനെ പറയും. ഇതിന് കൃത്യമായ തെളിവ് കോടതിയിൽ വന്നിട്ടില്ല എങ്കിലും എപ്സ്റ്റീന്റെ സേഫ് തുറന്നപ്പോൾ കണ്ടെത്തിയ ഹാർഡ് ഡിസ്കുകളും സിഡികളും എങ്ങോട്ട് പോയി എന്നതും ഇന്ന് ദുരൂഹം തന്നെയാണ്. കോടതിയിൽ ഇതിനുള്ള തെളിവുകളൊന്നുമില്ലാതെ കേസ് പലയിടത്തും എത്താതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇന്ത്യയുമായുള്ള ഒരു ബന്ധം ഇതിൽ പറയുന്നുണ്ട്. എപ്സ്റ്റീന്റെ ബ്ലാക്ക് ബുക്ക് എന്ന ഡയറിയിൽ ലോകത്തുള്ള ഒട്ടുമിക്ക പ്രമുഖരുടെയും നമ്പറുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് നേരിട്ട് വലിയ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഈ ലിസ്റ്റുകളിൽ കാര്യമായി വന്നിട്ടില്ല. പക്ഷേ എപ്സ്റ്റീന്റെ ശൃംഖല ഗ്ലോബലായിരുന്നു. പല ഇന്ത്യൻ വംശജരായ ശാസ്ത്രജ്ഞരും ബിസിനസ്സുകാരും എപ്സ്റ്റീന്റെ ഡിന്നർ പാർട്ടികളിലും സയൻസ് കോൺഫറൻസുകളിലും പങ്കെടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് നോബൽ സമ്മാന ജേതാക്കൾ വരെ ഇക്കൂട്ടത്തിലുണ്ട്. എപ്സ്റ്റീൻ തന്നെ സ്വയം ഒരു സയൻസ് ഫിലോന്ത്രോപിസ്റ്റ് ആയിട്ടാണ് കാണിച്ചിരുന്നത്. സ്റ്റീഫൻ ഹോക്കിംഗ് വരെ എപ്സ്റ്റീന്റെ ദ്വീപിൽ പോയതിന്റെ ഫോട്ടോകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതൊരു സയൻസ് മീറ്റിംഗിന്റെ ഭാഗമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയുമായി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്രൈം ലിങ്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല, രേഖകളിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒന്നാണ് എപ്സ്റ്റീൻ ലിസ്റ്റ് എവിടെ എന്നുള്ള കാര്യം. സത്യത്തിൽ അങ്ങനെ ഒരു ലിസ്റ്റ് ഇല്ല, ഒറ്റൊരു ലിസ്റ്റ് ആയിട്ടില്ല. ഫ്ലൈറ്റ് ലോഗുകൾ, എപ്സ്റ്റീന്റെ ഡയറി, ഇരകളുടെ മൊഴികൾ ഇതെല്ലാം ചേർത്ത് വെച്ചാണ് ആളുകൾ ഈ പേരുകൾ കണ്ടെത്തുന്നത്. 2025 അവസാനത്തോടെ പുറത്തു വന്ന രേഖകളിൽ ഏകദേശം 100-ലധികം പേരുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ പേരുള്ള എല്ലാവരും കുറ്റക്കാരല്ല. ചിലർ എപ്സ്റ്റീന്റെ വിമാനത്തിൽ ലിഫ്റ്റ് ചോദിച്ച് കയറിയവരാകാം, അല്ലെങ്കിൽ ബിസിനസ് ആവശ്യത്തിന് കണ്ടവരാകാം. പക്ഷേ ഇതിൽ പലരും എപ്സ്റ്റീൻ ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ കണ്ണടച്ചു കൊടുത്തു എന്നതാണ് സത്യം. ഇനി നമുക്ക് അയാളുടെ മരണത്തിലേക്ക് വരാം. ആത്മഹത്യയാണോ കൊലപാതകമാണോ എപ്സ്റ്റീൻ്റെത്? ഒഫീഷ്യൽ റിപ്പോർട്ട് പറയുന്നത് ആത്മഹത്യ എന്നാണ്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എപ്സ്റ്റീന്റെ കഴുത്തിലെ എല്ലുകൾ, ഹൈഡ്രോയിഡ് ബോൺ, പലയിടത്തും പൊട്ടിയിരുന്നു. സാധാരണ തൂങ്ങി മരിക്കുന്നവരിൽ ഇത് അപൂർവമാണ്. എന്നാൽ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നവരിൽ ഇത് സാധാരണയായി കാണാറുണ്ട്. മാത്രമല്ല, എപ്സ്റ്റീൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് തൻ്റെ വക്കീലന്മാരോട് പറഞ്ഞിരുന്നു. അയാൾ വിചാരണ നേരിടാൻ തയ്യാറായിരുന്നു. അയാൾ വായ തുറന്നാൽ കുടുങ്ങുക ലോകത്തിലെ ഏറ്റവും ശക്തരായ ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അയാളെ ആരെങ്കിലും നിശബ്ദനാക്കിയതാകാം എന്ന സംശയം ഇന്നും ബാക്കിയാണ്. 2025 FBI പറ്റിയ ഒരു അബദ്ധം വലിയ ചർച്ചയായിരുന്നു. എപ്സ്റ്റീൻ മരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ എന്ന പേരിൽ ഒരു ഫയൽ അവർ പുറത്തുവിട്ടു. പക്ഷേ അത് പിന്നീട് ഒരു വ്യാജ 3D വീഡിയോ ആണെന്ന് തെളിഞ്ഞു. ഇത്തരം വീഴ്ചകൾ സംശയം കൂട്ടുകയുള്ളൂ. എപ്സ്റ്റീൻ ദ്വീപിൽ നിന്ന് കണ്ടെടുത്ത ഒരു ബോർഡിൽ പവർ, ഡിസെപ്ഷൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ശക്തി, വഞ്ചന എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ നിയമത്തെ വരെ വിലക്കെടുക്കാമെന്ന് അയാൾ വിശ്വസിച്ചു. 2008 അയാൾ ആദ്യമായി പിടിക്കപ്പെട്ടപ്പോൾ വെറും 13 മാസം ജയിലിൽ കിടന്നാൽ മതി എന്നൊരു കരാർ ഉണ്ടാക്കി അയാൾ പുറത്തിറങ്ങിയിരുന്നു. അന്ന് അയാൾക്ക് വേണ്ടി ഒപ്പിട്ടത് ഗവൺമെൻറ് വക്കീൽമാർ തന്നെയായിരുന്നു. അതാണ് എപ്സ്റ്റീൻ്റെ പവർ. അവസാനമായി ഇതിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചത് ആ ഇരകൾക്ക് തന്നെയാണ്. 1200-ലധികം പെൺകുട്ടികളെ എപ്സ്റ്റീനും സംഘവും ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്ക്. അവർക്ക് ഇന്നും നീതി കിട്ടിയിട്ടില്ല. എപ്സ്റ്റീൻ മരിച്ചു, മാക്സ്വെൽ ജയിലിലായി. പക്ഷേ ഇവരുടെ കൂടെ നിന്ന് ഈ സൗകര്യങ്ങൾ അനുഭവിച്ച പല വമ്പന്മാരും ഇന്ന് പുറത്ത് സുഖമായി ജീവിക്കുകയാണ്. അവരുടെ പേരുകൾ വരുന്നുണ്ടെങ്കിലും അവർക്കെതിരെ ഒരു കേസ് പോലും എടുക്കാൻ സാധിച്ചിട്ടില്ല. എപ്സ്റ്റീൻ ഫയലുകൾ ഇനിയും പുറത്തു വരാനുണ്ട്. ഇനിയുള്ള കാലത്ത് ആരുടെയൊക്കെ മുഖമൂടികൾ അഴിഞ്ഞു വീടുമെന്ന് നമുക്ക് കണ്ടറിയാം. ഈ വിഷയം വളരെ വലുതാണ്. ഇനിയും ഒരുപാട് ഡീറ്റെയിൽസ് ഇതിലുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റിൽ പറയുക. എപ്സ്റ്റീൻ ആത്മഹത്യ ചെയ്തതായിരിക്കുമോ അതോ കൊന്നതാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറികൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും.